ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ഇനി വരുന്ന PSC എക്സാമുകളിൽ ചോദിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പൊതുവിജ്ഞാനത്തിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ ഈ വീഡിയോയിലുള്ളത്. ആത്മഹത്യ ചെയ്ത സാഹിത്യ നോബൽ ജേതാക്കൾ: ഏണസ്റ്റ് ഹെമിംഗ്വേ, യാസുനാരി കവാബത്ത. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെ സ്വാധീനിച്ച അങ്കിൾ ടോംസ് ക്യാബിൻ രചിച്ചത്: ഹാരിയറ്റ് ബീച്ചർ സ്റ്റോവ്. അമേരിക്കൻ ഐക്യനാടുകളിലെ ആദ്യ പ്രസിഡന്റ്: ജോർജ് വാഷിംഗ്ടൺ. അമേരിക്കൻ ഐക്യനാടുകളിലെ ആദ്യ പ്രസിഡന്റ് ജോർജ് വാഷിംഗ്ടൺ. അമോണിയ നിർമ്മിക്കുന്ന പ്രക്രിയ: ഹേബർ പ്രക്രിയ. അമോണിയ നിർമ്മിക്കുന്ന പ്രക്രിയ ഹേബർ പ്രക്രിയ. മണ്ടേല തടവ് അനുഭവിച്ചത് എവിടെ? റോബൻ ഐലൻഡ്. മലേറിയ പരത്തുന്നത്: അനോഫിലസ് പെൺകൊതുക്. മലേറിയ പരത്തുന്നത് അനോഫിലസ് പെൺകൊതുക്. അശോകനെ ഏറ്റവും മഹാനായ രാജാവെന്നു വിശേഷിപ്പിച്ചത്: HG വെൽസ്. അശോകന്റെ സാമ്രാജ്യത്തിൽ കാന്തഹാർ പ്രദേശത്തെ ശിലാശാസനങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഭാഷ: അരാമയിക്. അണുസംഖ്യ 100 ആയ മൂലകം: ഫെർമിയം. അണുസംഖ്യ 100 ആയ മൂലകം ഫെർമിയം. അണുസംഖ്യ എന്ന് വെച്ചാൽ ആറ്റോമിക നമ്പർ. അണുബോംബ് ആക്രമണത്തിന് വിധേയമായ ആദ്യ രാജ്യം: ജപ്പാൻ. അണുബോംബാക്രമണത്തിന് വിധേയമായ ആദ്യ രാജ്യം ജപ്പാൻ. യാക്കിനെ കാണുന്നത് ഏതു വൻകരയിൽ? ഏഷ്യ. യാമിനി കൃഷ്ണമൂർത്തി, രുക്മിണി ദേവി എന്നിവർ ഏത് നൃത്തരംഗത്താണ് പ്രവർത്തിച്ചത്? ഭരതനാട്യം. യാമിനി കൃഷ്ണമൂർത്തി, രുക്മിണി ദേവി എന്നിവർ ഏത് നൃത്തരംഗത്താണ് പ്രവർത്തിച്ചത്? ഭരതനാട്യം. യാചകരുടെ രാജകുമാരൻ എന്നറിയപ്പെട്ടത്: മദൻ മോഹൻ മാളവ്യ. യാചകരുടെ രാജകുമാരൻ എന്നറിയപ്പെട്ടത് മദൻ മോഹൻ മാളവ്യ. യങ് ഇറ്റലി പ്രസ്ഥാനത്തെ നയിച്ചവർ: ഗാരിബാൾഡിയും മസീനിയും. മരതക ദ്വീപ് എന്നറിയപ്പെടുന്ന രാജ്യം: അയർലൻഡ്. മരതക ദ്വീപ് എന്നറിയപ്പെടുന്ന രാജ്യം അയർലൻഡ്. മലയാളത്തിലെ ആദ്യത്തെ കളർ സിനിമ: കണ്ടബെച്ച കോട്ട്. മലയാളത്തിലെ ആദ്യത്തെ കളർ സിനിമ കണ്ടേബച്ച കോട്ട്. മലയാളത്തിലെ ആദ്യത്തെ ചരിത്രാഖ്യായിക: മാർത്താണ്ഡ വർമ്മ. മലയാളത്തിലെ ആദ്യത്തെ ജനകീയ കവി എന്നറിയപ്പെടുന്നത് കുഞ്ചൻ നമ്പ്യാർ. മലയാളത്തിലെ ആദ്യത്തെ ജനകീയ കവി എന്നറിയപ്പെടുന്നത് കുഞ്ചൻ നമ്പ്യാർ. മലയാളത്തിലെ ആദ്യത്തെ മെഗാ ഹിറ്റ് സിനിമ: ജീവിത നൗക. മലയാളത്തിലെ ആദ്യത്തെ മെഗാ ഹിറ്റ് സിനിമ ജീവിത നൗക. മാമ്പഴങ്ങളിൽ രാജാവ് എന്നറിയപ്പെടുന്ന ഇനം: അൽഫോൻസ. മാമ്പഴങ്ങളിൽ രാജാവ് എന്നറിയപ്പെടുന്ന ഇനം അൽഫോൻസ. മാൻഹട്ടൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത്: ഓപ്പൻഹൈമർ. അന്നജ നിർമ്മാണത്തിൽ ഏറ്റവും കൂടുതൽ പങ്കെടുക്കുന്ന ഘടകവർണ്ണങ്ങൾ: ചുവപ്പും പച്ചയും. മാർബിളിൻ്റെ രാസനാമം: കാൽസ്യം കാർബണേറ്റ്. മാർബിളിൻ്റെ രാസനാമം: കാൽസ്യം കാർബണേറ്റ്. മുഗൾ ശില്പവിദ്യയിൽ നിർമ്മിച്ച ഏറ്റവും ഉത്കൃഷ്ടമായ മന്ദിരം: താജ്മഹൽ. മൂത്രത്തിൻ്റെ മഞ്ഞ നിറത്തിന് കാരണം യൂറോക്രോം. മൂത്രത്തിൻ്റെ മഞ്ഞ നിറത്തിന് കാരണം യൂറോക്രോം. മൂന്നാറിൽ സംഗമിക്കുന്ന നദികൾ: മുതിരപ്പുഴ, നല്ലതണ്ണി, കുണ്ടള. മാഗ്ന കാർട്ട ഒപ്പുവെച്ച സ്ഥലം: റണ്ണിമീഡ്. മാഗ്ന കാർട്ട ഒപ്പുവെച്ച സ്ഥലം റണ്ണിമീഡ്. മാഗ്ന കാർട്ട ഒപ്പുവെച്ച വർഷം: 1215. മാഗ്ന കാർട്ട ഒപ്പുവെച്ച വർഷം 1215. അതും കൂടെ ഓർത്ത് വെച്ചോണേ. മാഗ്ന കാർട്ടയിൽ ഒപ്പുവെച്ച രാജാവ്: ജോൺ രണ്ടാമൻ രാജാവ്. 1948 കൊച്ചി നിയമസഭയുടെ പ്രഥമ തിരഞ്ഞെടുക്കപ്പെട്ട സ്പീക്കറായത്: LM പൈലി. അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകത്തിൻ്റെ ചിഹ്നം രണ്ടില.
അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകത്തിൻ്റെ ചിഹ്നം 2ല. മണ്ണിരയുടെ ശ്വസനാവയവം ത്വക്ക്. മണ്ണിരയുടെ ശ്വസനാവയവം ത്വക്ക്. രക്തത്തെക്കുറിച്ചുള്ള പഠനം ഹീമറ്റോളജി. രക്തത്തെക്കുറിച്ചുള്ള പഠനം ഹീമറ്റോളജി. രക്തം കട്ട പിടിക്കാതാകുന്ന രോഗം ഹീമോഫീലിയ. രക്തം കട്ട പിടിക്കാതാകുന്ന രോഗം ഹീമോഫീലിയ. രക്തം കട്ട പിടിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഘടകം പ്ലേറ്റ്ലെറ്റുകൾ. രക്തം കട്ട പിടിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഘടകം പ്ലേറ്റ്ലെറ്റുകൾ. ഇമ്മ്യൂണോളജിയുടെ പിതാവ് എഡ്വേർഡ് ജെന്നർ. യാദവ വംശത്തിൻ്റെ തലസ്ഥാനം ദേവഗിരി. UN സെക്രട്ടറി ജനറലായിരുന്ന കുർട്ട് വാൾഡ്ഹൈം പിന്നീട് സ്വരാജ്യത്ത് പ്രസിഡന്റായി. രാജ്യം ഏത്? ഓസ്ട്രിയ. ആത്മകഥാകാരന്മാരിൽ രാജകുമാരൻ എന്നറിയപ്പെട്ടത് ബാബർ. ആത്മകഥാകാരന്മാരിൽ രാജകുമാരൻ എന്നറിയപ്പെട്ടത് ബാബർ. ആത്മഹത്യാ പ്രവണതയുള്ള ജന്തു ലെമ്മിങ്. ആദ്യമായി ദ്രോണാചാര്യ അവാർഡ് നേടിയത് OM നമ്പ്യാർ. ആദ്യമായി ദ്രോണാചാര്യ അവാർഡ് നേടിയത് OM നമ്പ്യാർ. ആദ്യമായി റോബർട്ട് എന്ന പദം ഉപയോഗിച്ചത് കാൾ ചെപ്പക്ക്. ആദ്യത്തെ നഴ്സറി വിദ്യാലയത്തിൻ്റെ സ്ഥാപക മരിയ മോണ്ടിസോറി. ആദ്യത്തെ കൃത്രിമമായി നിർമ്മിക്കപ്പെട്ട ട്രാൻസ് യുറാനിക് മൂലകം നെപ്റ്റ്യൂണിയം. ആദ്യത്തെ സരസ്വതി സമ്മാനം ലഭിച്ചതാർക്ക്? ഹരിവംശ റായ് ബച്ചൻ. ആദ്യത്തെ സരസ്വതി സമ്മാനം ലഭിച്ചതാർക്ക്? ഹരിവംശ റായ് ബച്ചൻ. ആദ്യത്തെ ഗുപ്തൻ നായർ അവാർഡ് നേടിയത് M ലീലാവതി. ഇന്ത്യ സ്വാതന്ത്ര്യത്തിൻ്റെ രജത ജൂബിലി ആഘോഷിച്ചപ്പോൾ പ്രസിഡന്റ് VV ഗിരി. ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ ബ്രിട്ടീഷ് രാജാവായിരുന്നത് ജോർജ് ആറാമൻ. ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ ബ്രിട്ടീഷ് രാജാവായിരുന്നത് ജോർജ് ആറാമൻ. ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ ബ്രിട്ടനിൽ അധികാരത്തിലായിരുന്നത് ലേബർ പാർട്ടി. ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ ബ്രിട്ടനിൽ അധികാരത്തിൽ ആയിരുന്നത് ലേബർ പാർട്ടി. ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റായിരുന്നത് JB കൃപലാനി. ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റായിരുന്നത് JB കൃപലാനി. ഇത് മൂന്നും ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ആണ്, ഓർത്തു വെച്ചോണേ. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ മിസൈൽ ബോട്ട് INS വിഭൂതി. ഇന്ത്യക്കാരനല്ലാത്ത ആദ്യത്തെ കോൺഗ്രസ് പ്രസിഡന്റ് ജോർജ് യൂൾ. ഇന്ത്യക്കാരനല്ലാത്ത ആദ്യത്തെ കോൺഗ്രസ് പ്രസിഡന്റ് ജോർജ് യൂൾ. ഇന്ത്യക്കാരനായ ആദ്യ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ വിജയ് ഹസാരെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ചത് ദാദാഭായ് നവറോജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ചത് ദാദാഭായ് നവറോജി. ഇന്ത്യയിലെ പാർലമെൻ്ററി സംവിധാനം ഏത് രാജ്യത്തിനോടാണ് സാദൃശ്യം? ബ്രിട്ടൻ. ഇന്ത്യയിലെ പാർലമെൻ്ററി സംവിധാനം ഏത് രാജ്യത്തിനോടാണ് സാദൃശ്യം? ബ്രിട്ടൻ. അത് ഓർക്കാനായിട്ട് ഞാൻ കണ്ടുപിടിച്ചൊരു ക്ലൂ ആണ്, BP എന്ന് ആലോചിക്കുക. പാർലമെൻ്ററി സംവിധാനം ബ്രിട്ടൻ. ഈ ബിയുടെ ഒരു പകുതിയാണല്ലോ P. അപ്പം ബിക്കും ഒരു ചെറിയ ഷേപ്പ് ഉണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ട് അങ്ങ് ഓർത്താൽ മതി. ഇന്ത്യയിലെ പാർലമെൻ്ററി സംവിധാനം ഏത് രാജ്യത്തിനോടാണ് സാദൃശ്യം? ബ്രിട്ടൻ. ബ്രിട്ടൻ പാർലമെൻ്ററി സംവിധാനം. ഓക്കെ. ഇന്ത്യയിലെ പിറ്റ്സ്ബർഗ് എന്നറിയപ്പെടുന്നത് ജംഷഡ്പൂർ. ഇന്ത്യയിലെ പ്രധാന വേലിയേറ്റ തുറമുഖം ഗുജറാത്തിലെ കണ്ടില. ഇന്ത്യയിലെ പ്രഥമ പൗരൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഇന്ത്യൻ പ്രസിഡന്റ്. ഇന്ത്യയിലെ പ്രഥമ പൗരൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഇന്ത്യൻ പ്രസിഡന്റ്. ഇന്ത്യയിലെ പ്രഥമ വനിതാ സർവകലാശാല സ്ഥാപിച്ച ഭാരതരത്നം ജേതാവ് DK കാർവെ.
ഇന്ത്യയിലെ പ്രഥമ വനിതാ സർവകലാശാല സ്ഥാപിച്ച ഭാരതരത്നം ജേതാവ് DK കാർവെ. ഇന്ത്യയിലെ പ്രഥമ കമ്പ്യൂട്ടർ സാക്ഷരതാ പഞ്ചായത്ത് ചമ്രവട്ടം. ഇന്ത്യയിലെ പ്രഥമ കമ്പ്യൂട്ടർ സാക്ഷരതാ പഞ്ചായത്ത് ചമ്രവട്ടം. ഇന്ത്യയിലെ കേന്ദ്രീയ ബാങ്കിൻ്റെ പേര് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ കേന്ദ്രീയ ബാങ്കിൻ്റെ പേര് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെട്ടത് ദാദാഭായ് നവറോജി. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെട്ടത് ദാദാഭായ് നവറോജി. ഇൻ്റർനാഷണൽ ആറ്റോമിക് എനർജി കമ്മീഷൻ്റെ ആസ്ഥാനം വിയന്ന. ഇൻ്റർനാഷണൽ ആറ്റോമിക് എനർജി കമ്മീഷൻ്റെ ആസ്ഥാനം വിയന്ന. ഇൻ്റർനാഷണൽ റൈസ് റിസർച്ച് സ്റ്റേഷൻ എവിടെയാണ്? മനില. ഇൻ്റർനാഷണൽ റൈസ് റിസർച്ച് സ്റ്റേഷൻ എവിടെയാണ്? മനില. രക്തസമ്മർദ്ദം കുറഞ്ഞ അവസ്ഥ ഹൈപ്പോടെൻഷൻ. രക്തസമ്മർദ്ദം കുറഞ്ഞ അവസ്ഥ ഹൈപ്പോടെൻഷൻ. രക്തസംചരണം ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കണ്ടുപിടിച്ചത് ജീൻ ബാപ്റ്റിസ ഡെനീസ്. ഇറ്റാനഗർ ഏത് സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനം? അരുണാചൽ പ്രദേശ്. ഇറ്റാനഗർ ഏത് സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനം? അരുണാചൽ പ്രദേശ്. ഇസ്ലാമാബാദിന് മുമ്പ് പാകിസ്ഥാൻ്റെ തലസ്ഥാനമായിരുന്നത് റാവൽപിണ്ടി. രാഷ്ട്രപതിയെ പദവിയിൽ നിന്നും നീക്കം ചെയ്യാനുള്ള നടപടിക്രമം ഇംപീച്ച്മെൻറ്റ്. രാഷ്ട്രപതിയെ പദവിയിൽ നിന്നും നീക്കം ചെയ്യാനുള്ള നടപടിക്രമം ഇംപീച്ച്മെൻറ്റ്. രക്തസാക്ഷിത്വം വരിച്ച ആദ്യ സിഖ് ഗുരു അർജുൻ ദേവ്. രക്തസാക്ഷിത്വം വഹിച്ച ആദ്യ സിഖ് ഗുരു അർജുൻ ദേവ്. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്